ഇനി നമുക്ക് ക്യാൻവയിൽ എങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ക്യാൻവ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ ക്യാൻവ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മുകൾ ഭാഗത്തായിട്ട് സെർച്ച് യുവർ കണ്ടൻറ്റ് ആൻഡ് ക്യാൻവാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ നമ്മൾ എന്ത് പോസ്റ്ററാണോ ചെയ്യാൻ പോകുന്നത് അത് ടൈപ്പ് ചെയ്തെടുക്കുക. പോസ്റ്റർ മാത്രമല്ല, നമുക്ക് ലോഗോയോ ആനിമേറ്റഡ് വീഡിയോസോ അത്യാവശ്യം വേണ്ട വീഡിയോസൊക്കെ നമുക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏത് പോസ്റ്ററാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സെർച്ച് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ടെംപ്ലേറ്റ് അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കണ്ടൊരു ടെംപ്ലേറ്റ് എടുത്തു. അത് ഓപ്പണായി വരുമ്പം ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യം കുറച്ചൊന്ന് ടൈം എടുത്തിട്ടാണ് അത് കറക്റ്റ്ലി ഒന്ന് ഓപ്പണായി വരിക. എന്നിട്ട് നമുക്ക് ഇതിലുള്ള ഈ ഒരു ചിത്രങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതൊന്ന് ടച്ച് ചെയ്തിട്ട് മുകളിൽ ഡിലീറ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. മൂവ് ചെയ്യണമെങ്കിൽ നമ്മളത് ഡ്രാഗ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഇതിനകത്തുള്ള ടെക്സ്റ്റ് ആണെങ്കിലും ഈ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് പുതിയത് കയറ്റണമെങ്കിൽ കയറ്റാം, അല്ലെങ്കിൽ അതവിടെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറാണ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അടിയിൽ അങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കളേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ നമുക്ക് കളറിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളറ് ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനും കിട്ടും. ഇനി നമ്മൾ കളറൊക്കെ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റ് ബാറിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആഡ് എ ഹെഡിങ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഹാപ്പി എൻവയോൺമെൻറ്റ് ഡേ എന്നാണ് വെറുതെ എഴുതുന്നത്. ഇനി നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെക്സ്റ്റിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അടിയിൽ നിങ്ങൾക്ക് ഫോണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. പിന്നെ തൊട്ടപ്പുറത്താണെന്ന് എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ എഡിറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് അത് റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ ഫോണ്ടിൽ പോവാം. എന്നിട്ട് ഇതിൽ കുറേ ഫോണ്ടുകൾ അവൈലബിൾ ആണ്. നമ്മൾ മുകളിൽ കാണുന്ന അവിടെ സൈഡിൽ കാണുന്ന ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിനകത്ത് റെക്കമെൻഡഡ് ഫോൺസ്, റീസെൻ്റ്ലി യൂസ്ഡ്, അങ്ങനെ കുറേ ഫോൺസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഇഷ്ടമുള്ളതുപോലെ നോക്കി എടുക്കാം. ഇനി നമ്മൾ ഫോണ്ട് ചേഞ്ച് ചെയ്ത് കഴിയുന്ന സമയത്ത് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി അവിടെ തന്നെ ടാപ്പ് ചെയ്തിട്ട് കുറച്ചും കൂടി നീക്കി കഴിഞ്ഞാൽ നമുക്ക് കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് നമുക്കിപ്പോൾ ലെറ്റർ സ്പേസിങ് ആയിക്കോട്ടെ, ആനിമേഷൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ പോലെ ആക്കണം എന്നുണ്ടെങ്കിൽ അതും ഇതിനകത്ത് അവൈലബിൾ ആണ്. ആനിമേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടില്ലേ, അതിൽ നമുക്ക് ഇഷ്ടമുള്ള ആനിമേഷൻ കൊടുത്തിട്ട് വീഡിയോ പോലെ ആക്കാം. അതേപോലെ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഫോണ്ടിനെ ഒന്നുകൂടെ എടുത്ത് കാണിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ഇനിയിപ്പോൾ ചിലതിൽ നമുക്ക് ഇപ്പോൾ ഇതിൽ കളർ മാറി വന്നിട്ടുണ്ടെങ്കിൽ ആ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ, അങ്ങനെയുള്ള ഇതൊക്കെ ഇതിൽ കിട്ടുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ കണ്ട കുട്ടികളെ ചിത്രം പോലെ ഉള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അടിയിൽ. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും അത് ഇതിനകത്തോട്ട് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ സ്ക്വയർന്ന് ടൈപ്പ് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് സ്ക്വയർ ഷേപ്പിലുള്ള പല സംഭവങ്ങൾ കാണാൻ പറ്റും. ഇനി സ്ക്വയർ ഫ്രെയിം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ചിൽഡ്രൻ ക്ലീനിങ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെയുള്ള ഒത്തിരി സംഭവങ്ങൾ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മുകളിൽ കാണാൻ പറ്റും. അതിൽ പോയി ഇതേപോലെ ആനിമേറ്റഡ് ആയിട്ട് കാർട്ടൂൺ ടൈപ്പ് പിക്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കിട്ടുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫോട്ടോസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റിയൽ ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടും. വീഡിയോസ് വേണമെങ്കിൽ അതും ഇതിനകത്ത് കിട്ടും. ഇനി ഇതെന്നിപ്പോൾ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു എലമെൻറ്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് അത് നമ്മൾ നേരത്തെ ടെക്സ്റ്റൊക്കെ കൊണ്ടുവന്ന പോലെ സിമ്പിളായിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇതിനെ ചെറുതാക്കുകയും വലുതാക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കുകയും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി പ്ലേസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ മരങ്ങളായിക്കോട്ടെ, അതേപോലെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇതേപോലെ എലമെൻറ്റ്സിൽ വെച്ച് കൊണ്ടുവന്നതാണ്. മുകളിൽ കാണുന്ന ഒരു മേഘം പോലത്തെ എലമെൻറ്റ്സ് നമുക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ മറ്റൊരു എലമെൻറ്റും കൂടെ എലമെൻറ്റ്സിൽ പോയിട്ട് എടുക്കുന്നുണ്ട്, ഏകദേശം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കത് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുകളിൽ തന്നെ ഒരു ഡസ്റ്റ്ബിന്നിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയിട്ട് പോകും.
അപ്പോൾ ഞാൻ വേറൊരു എലമെൻറ്റും കൂടെ ഇതിൽ നിന്ന് തന്നെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എത്ര എലമെൻറ്റ്സ് വേണമെങ്കിലും ഇതിൽ നിന്ന് എടുക്കാം, അതിനൊന്നും നമുക്കൊരു കുഴപ്പമില്ല. പിന്നെ ചിലത് ഒരു പ്രോ ആയിട്ട് കാണിക്കും, അത് നമ്മൾ ക്യാൻവ പ്രോ യൂസ് ചെയ്യുന്നവർക്കാണ് അത് കിട്ടുക. പിന്നെ ഇത് ക്രോപ്പ് ചെയ്യാനും നമുക്ക് മൂവ് ചെയ്യാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്തത് കറക്റ്റ് സ്ഥലത്തേക്ക് വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഗാലറിയിൽ നിന്ന് ഇമേജ് കൊണ്ടുവരുന്ന സമയത്ത് അതൊന്ന് ഒരു നല്ല ഫ്രെയിമിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നിൽക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അപ്പോൾ സ്ക്വയറിന് ഞാൻ വെറുതെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗ്രാഫിക്സിൽ സ്ക്വയർ ഫ്രെയിം എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് അങ്ങനത്തെ ഫ്രെയിംസ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഫ്രെയിം വേണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇത് ഇങ്ങനെ ഫ്രെയിം എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ റെക്റ്റാങ്കിൾ ഫ്രെയിമാണ്, അങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ അടിയിൽ നിങ്ങൾക്ക് ഫ്രെയിംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനകത്ത് പല ടൈപ്പ് ഫ്രെയിമുകൾ കാണാൻ പറ്റും. അതിലേതെങ്കിലും ഒന്ന് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഗാലറി അടിയിൽ നിങ്ങൾക്ക് ഗാലറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടുന്ന് നിങ്ങളെ ഫോട്ടോസ് നിങ്ങൾക്ക് ഏത് ഫോട്ടോ ഉണ്ട് അതിൽ എടുക്കാം. അല്ലെങ്കിൽ അപ്ലോഡ്സിൽ പോയിട്ട് നിങ്ങളെ ഫയൽസിൽ നിന്നൊക്കെ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോ കൊണ്ടുവരികയും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ അപ്ലോഡ്സിനകത്ത് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, ഇതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പിക്ചറൊന്നുമല്ല. അപ്പോൾ ഇപ്പോൾ ഇത് വെറുതെ അതിലേക്ക് കൊണ്ടുവന്നു, അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ആ ഫോട്ടോ അതിനകത്ത് ഫിറ്റായി നിൽക്കും. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വേറൊരു ഫോട്ടോ കൊണ്ടുവന്നു. ആൻഡ് ഈ ഫോട്ടോ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇതിൽ മാജിക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെയാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതും അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ വരുന്നത്. ആൻഡ് അവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ക്യാൻവ പ്രോ യൂസ് ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഫീച്ചേഴ്സാണ്. ഇനി നമുക്കിത് സേവ് ചെയ്യാനായിട്ട് മുകളിൽ ഒരു ആരോ മാർക്ക് കാണാൻ പറ്റും. ഇങ്ങനെ താഴോട്ട് നിൽക്കുന്നൊരു ആരോ മാർക്ക് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമേജ് സേവ് ആയിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ ക്രിയേറ്റിംഗ്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ നമ്മളിതിൻ്റെ പാർട്ട് ബാക്കിയായിട്ട് മലയാളം ഫോണ്ട് വെച്ചിട്ടൊക്കെ ചെയ്യുന്നത്, അതുപോലെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.